കാരണം എന്താ വെച്ചാൽ നെക്സ്റ്റ് കുറച്ചായിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ കുറച്ച് പൈസ ഇടുന്നുണ്ട്. അതായത് ചിലപ്പോൾ ഒരു 3000, 4000, 2000 ആയിട്ട് അങ്ങനെ ഇട്ടിട്ട് അക്കൗണ്ടിലേക്ക്. പക്ഷേ ഇതിലെന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ ആഴ്ച ഒരു 2600 എത്ര എൻ്റെ അക്കൗണ്ട് കിട്ടും. അത് ഇന്നോടിപ്പോൾ 2 ദിവസം മുമ്പ് എന്നോട് തിരിച്ചു വെച്ച്. അപ്പം ഞാൻ ആദ്യം പറയലുണ്ട് ഇന്ത്യക്ക് ഇടണ്ട കേട്ടോ, ഞാൻ പറയലുണ്ട്. പക്ഷെ തിരിച്ച് ചോദിച്ചെന്ന് മാത്രമല്ല, ഈ 2600 ചിലാണ് തിരിച്ച് ചോദിച്ചതെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല. പക്ഷെ അത് ഈ ഒരാഴ്ച എൻ്റെ അക്കൗണ്ടിൽ കടന്നപ്പോത്തിന് പിന്നെ ഇട്ട സംഖ്യ 2600 ചില, ചോദിച്ച സംഖ്യ 3000 സംതിങ് ആയിക്കണ്. ഇതെങ്ങനെയുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരും. കാരണം അതേപോലെ ഇതിൻ്റെ മുമ്പും ഒരു 4000 ഇട്ടീനി, പിന്നെ അത് തിരിച്ചു വെച്ചപ്പോൾ തന്നെ 5000 ചില്ലാനായിക്കണ്. അതായത് ഇതെങ്ങനെ ഇത് നമ്മളെ അക്കൗണ്ട് കടന്നത് പെരുകണുണ്ടോ, ഇതെങ്ങനെ ആവണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇടുന്നത് ഒരു പൈസയും ചോദിക്കുന്നത് വേറൊരു പൈസയും. അത് ഞാൻ എല്ലാവരും കണ്ടു തന്നെയാണോ, അത് നിൻ്റെ മാത്രമാണോ അങ്ങനെ എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു, ഇനി എൻ്റെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യേണ്ടതാണ്, പൈസ ഇടേണ്ടത്. അപ്പോൾ നോക്കായിട്ട് സ്വന്തമായിട്ട് എന്ത് ചെയ്യണേ, ഒരു പിന്നെ അക്കൗണ്ട് തുടങ്ങി കൊടുക്കണം. ഒരു ഗൂഗിൾ പേ അല്ല അക്കൗണ്ട് ഉണ്ട്, പക്ഷേ അതിൽ ഗൂഗിൾ പേ അല്ലല്ലോ അല്ലേ. ഏതൊക്കെ നാഷണലൈസ്ഡ് ബാങ്ക് ആണ്, ഏതാണ്? ഓക്കെ, അത് എന്നാലും കുഴപ്പമില്ല, ഒരു നല്ലൊരു ബാങ്കും കൂടി ഞാൻ എനിക്ക് ഗൂഗിൾ പേ തുടങ്ങി തരണം. അല്ല അപ്പോൾ അത് കമ്പനിക്ക് നഷ്ടമാണ്. കമ്പനി വളരെയധികം സാമ്പത്തിക മാന്ദ്യത്തിലും തകർച്ചയിലേക്കും കൂപ്പുകുത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് തീരുമാനിച്ചു, അതായത് ഈ കമ്പനീനെ ഇതിന് സ്വതന്ത്രമാക്കണം നമ്മൾ. അതായത് ഇനി ഈ കമ്പനീൻ്റെ ഒരു പൈസ ഈ കമ്പനിക്ക് വരേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നാളെ തന്നെ പോയിട്ട് ഒരു ഫെഡറൽ ബാങ്കിൽ പോയിട്ട് നല്ലൊരു അക്കൗണ്ട് എടുത്ത് തരും, ഒരു ഗൂഗിൾ പേ ഒക്കെ സെറ്റ് ചെയ്ത് നിൻ്റെ അക്കൗണ്ടിലേക്ക് ദയവ് ചെയ്തിട്ട് ഒരു പൈസ ഇടരുത് പ്ലീസ് കേട്ടോ. ഇങ്ങനെ പറയുന്ന ആരെങ്കിലും കണ്ടിരിക്കണം, അത് ദയവ് ഇതിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇടരുത് അറിയണ ആദ്യത്തെ ആളുകൾ ഞാനേ കാരണം.